ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്സാപ്പ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അല്ലാത്തവർ സുഖമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ കൊറോണ ബാധിക്കപ്പെട്ട നേരത്ത് നമുക്ക് വൺ പോട്ട് റെസിപ്പീസാണ് നല്ലത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പരിപ്പ് സാദം വെച്ചിട്ടാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പരിപ്പ് സാദം. നമുക്ക് നോക്കാം. അപ്പോൾ പരിപ്പ് സാദം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ആവശ്യമുള്ളത് നമ്മുടെ പരിപ്പ് തന്നെയാണ്. ഞാൻ തൂർ ദാല എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ തൂരപ്പരിപ്പില്ലേ, അപ്പോൾ തൂരപ്പരിപ്പ് ഒരു ഗ്ലാസ്, നമ്മുടെ ടംബ്ലറിൽ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളത്. കുതിരാൻ വെച്ച് കഴുകിയിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഡബിൾ ദി എമൗണ്ട്, നമ്മൾ എത്ര ഗ്ലാസ് ആണോ പരിപ്പ് എടുക്കണം അതിൻ്റെ ഡബിൾ ദി എമൗണ്ട് ഓഫ് പൊന്നിയരിയാണ് ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി എടുക്കാം, അതല്ലെങ്കിൽ ബസ്മതി അരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇത് രണ്ടും നമുക്ക് 30 മിനിറ്റ് കുതിരാൻ വെക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 മീഡിയം സൈസ് സബോളയാണ് നന്നായി നുറുക്കിയത്. പിന്നെ എരിവിന് വേണ്ടി ഒരു 3 ചുവന്ന മുളക് എടുക്കണേ. പിന്നെ 2 വലിയ തണ്ട് കരിവേപ്പില, നല്ല മണത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെള്ളുള്ളിയാണ് കേട്ടോ. ഞാൻ മുറിച്ചിട്ടില്ല, നമുക്ക് എത്ര അല്ലി എടുക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നുറുക്കിയെടുക്കണം. പിന്നെ എനിക്ക് ഈ വെള്ളുള്ളിയുടെ മണം കാര്യമായി വരുന്നത് ഇഷ്ടമല്ല റൈസിൽ, അപ്പോൾ നമ്മൾ കുറച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഒരു പ്രഷർ കുക്കറിൽ നമ്മൾ ആദ്യം നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണം. ഈ സാധനം ഉണ്ടാക്കാൻ ടേസ്റ്റ് നല്ലെണ്ണയാണ്. തമിഴ്നാട് റെസിപ്പിയാണ്, അപ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കണം. ഞാൻ ഏത് ബ്രാൻഡിൻ്റെ നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറച്ചൊരു ഏകദേശം ഒരു 3 to 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമുക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കുക കേട്ടോ, ഹൈയിലിടരുത്. എന്നിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചു കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ കടുകിടാൻ പാടുള്ളൂ. കാരണം കടുക് പൊട്ടണം, അതല്ലെങ്കിൽ കടുക് പൊട്ടില്ല. കടുക് ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഡൈജഷൻ ആണല്ലോ. കടുക് പൊട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഉപകാരം പോയി കിട്ടും. പിന്നെ അതിലേക്ക് നമ്മുടെ കരിവേപ്പില ചേർത്ത് കൊടുക്കുക. ഈ ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കാൻ വേറൊരു കാരണം കരിവേപ്പില കരിയരുതാണ്. പിന്നെ 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണേ. പെരുംജീരകം ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുള്ള വെള്ളുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ വെള്ളുള്ളി ഒന്നൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെള്ളുള്ളി ഒന്നൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചുവന്ന മുളക് ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഇപ്പോൾ എൻ്റെ കണക്കിലൊരു അത്യാവശ്യത്തിന് എരിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഇതൊന്ന് ബ്രൗൺ കളറൊക്കെ ആയി വന്നുല്ലോ, അപ്പോൾ നമുക്ക് നമ്മുടെ സബോള നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. പൊതുവേ നമ്മുടെ സാമ്പാർ സാദത്ത് പച്ചമുളക് ചേർക്കാറില്ല, ചുവന്ന മുളക് തന്നെ ചേർക്കാറുള്ളത്. ചിലവർ മുളക് പൊടി ചേർക്കാറുണ്ട്. ഈ ചുവന്ന മുളക് പൊട്ടിച്ചിട്ടാണ് ശരിക്കത്തെ ടേസ്റ്റ്. എന്നിട്ട് നമുക്കൊന്നും കൂടെ നമുക്ക് സോട്ടേ ചെയ്തെടുക്കാം. ഇത് സോട്ടേ ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമ്മുടെ ഓണിയൻസിനെ ഒന്നും നമുക്കിങ്ങനെ ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. പറഞ്ഞാൽ അതിൻ്റെ കളർ ഒന്നും മങ്ങിയിട്ടൊരു വൈറ്റിഷിൻ്റെ കളർ നമുക്കൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ തക്കാളി ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു വലിയ തക്കാളിയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. നമ്മുടെ പരിപ്പ് സാദമാണല്ലോ, അപ്പോൾ നമുക്ക് കൂടുതൽ പുളിപ്പ് ആവശ്യമില്ല. പരിപ്പിൻ്റെ ടേസ്റ്റാണല്ലോ എടുത്ത് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 തക്കാളിയെ ചേർക്കുള്ളൂ. നിങ്ങൾക്ക് പുളിപ്പ് കൂടുതൽ വേണമെന്ന് വെച്ചാൽ 2 തക്കാളി വരെ ചേർക്കാം. അപ്പോൾ എൻ്റെ ഉള്ളിയൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തിട്ട് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ. നല്ല മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ അതൊരു നല്ലൊരു സ്മെല്ലും ടേസ്റ്റും തരും. അപ്പോൾ കൂടുതൽ ചേർക്കണ്ട, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്താൽ മതി. ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം അടുത്തത് നമ്മുടെ തക്കാളിയാണ് ചേർക്കണേ. തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ കൂടുതൽ പുളിപ്പുള്ള തക്കാളി എടുക്കാതിരിക്കാൻ നോക്കുക. ഒരു മോഡറേറ്റ് പഴുപ്പുള്ള തക്കാളി എടുത്തു കഴിഞ്ഞാൽ കാര്യമായ പുളി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ തക്കാളി സാദം പോലെ തോന്നില്ല, പരിപ്പ് സാദം തന്നെ ആയിരിക്കും. കൂടുതൽ പുളിപ്പുള്ള എടുത്താൽ പിന്നെ നമ്മുടെ തക്കാളി സാദമായ പോലെ തോന്നും. അപ്പോൾ 1 തക്കാളിയെ ഞാൻ ചേർക്കുള്ളൂ. നിങ്ങൾക്ക് പുളിപ്പ് കൂടുതലാണ് ഇഷ്ടം വെച്ചാൽ 2 തക്കാളി ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളി നമുക്കൊന്ന് ഡ്രൈ ഔട്ട് ആവണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കുറേ നേരമൊന്നും വറുക്കേണ്ട ആവശ്യമില്ല, ഒരു മോഡറേറ്റ് ഒന്ന് കുക്കാവണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം.
ഒന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഒന്നായി വന്നു കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ നമ്മുടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാൻ പോണേ. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. 1 ടീസ്പൂൺ വേണ്ട, 3/4 ടീസ്പൂൺ മതിയാവും. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വേഗം ആയി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്കിപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി അരി ചേർക്കുമ്പോൾ നമുക്കതനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിയുടെയും തക്കാളിയുടെയും ഉള്ളിലുള്ള വെള്ളമൊക്കെ വേഗം പുറത്തേക്ക് വന്നത് വേഗം കുക്കാവും. ഇനി അടുത്തത് ഇതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് സാമ്പാർ പൊടി. ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. ഈ നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചത് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ വേറെ വല്ല ബ്രാൻഡിൻ്റെ ഈസ്റ്റേണിൻ്റെ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി, അപ്പോൾ അങ്ങനത്തെ വല്ല സാമ്പാർ പൊടിയൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ചുവന്ന മുളക് 3 എടുത്താൽ മതി എന്ന് പറയാനുള്ള കാരണം ഇതാ, സാമ്പാർ പൊടിയിൽ ഓൾറെഡി മുളക് പൊടി ഉണ്ടല്ലോ. അപ്പോൾ ഒരു 3 ചുവന്ന മുളകൊക്കെ മതിയാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അത് സോട്ടേ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ അരിയും പരിപ്പുമാണ് അടുത്തത് ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ ഞാൻ നമ്മുടെ 30 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുള്ള അരി ഞാൻ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് വെള്ളം എപ്പോഴും ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെള്ളം ഇരുന്നാലും കുഴപ്പമില്ല, അത് നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് വിടാം. പിന്നെ നമ്മൾ അടുത്തത് ചേർക്കാൻ പോണത് നമ്മുടെ പരിപ്പാണ്. അതിന് മുന്നേ നമുക്ക് ആദ്യം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അരി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം നമ്മുടെ അരി പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ കുതിർത്ത് കഴിഞ്ഞാൽ അത്ര വേഗം പൊട്ടില്ല, പക്ഷെ എന്നാലും സൂക്ഷിച്ച് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ പരിപ്പ് തന്നെ. പരിപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിലത്തെ വെള്ളവും കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അയ്യോ, അപ്പോൾ ഈ കുക്കർ തികയും തോന്നുന്നില്ല കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബെറ്റർ ഞാനത് വലിയൊരു കുക്കറിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ വേറൊരു കുക്കറിലേക്ക് മാറ്റി വയ്ക്കാൻ പോകാം. കുറച്ചും കൂടി വലിയ കുക്കർ വേണം, ഞാൻ കണക്ക് കൂട്ടിയില്ല. അപ്പോൾ നമുക്ക് വലിയൊരു കുക്കറിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അതിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ, മറ്റേ കുക്കറിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഉപ്പ് ചേർക്കാം. ഞാനെൻ്റെ വലിയ കുക്കർ ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മാറ്റാൻ പോവുകയാണേ. 2 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് പരിപ്പും ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് നമ്മുടെ 5 ലിറ്റർ കുക്കറിലേക്ക് മാറ്റിയെടുക്കാൻ പോവാണ്. ഒന്ന് കുറച്ച് വെള്ളം ചുറ്റിച്ചെടുത്ത് ഞാൻ ബാക്കി ആ കുക്കറിൻ്റെ അടിഭാഗത്തുള്ളതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് 1 ഗ്ലാസ് വെള്ളം ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ അരിയുടെയും പരിപ്പിൻ്റെയും ബാക്കി വന്ന വെള്ളവും ഒക്കെ ഓൾമോസ്റ്റ് 1 ഗ്ലാസ് വെള്ളം ഇതിൽ ഓൾറെഡി ഉണ്ട്. ഇനി ഞാനിതിലേക്ക് ഇനിയും വെള്ളം ചേർത്ത് കൊടുക്കണതിൻ്റെ അളവ് ഞാൻ പറയാം. ടോട്ടൽ ഇതിലേക്ക് ഞാനിനി എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണത് 4 ഗ്ലാസ്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം അതിൽ ആ കുക്കറിലുള്ള വെള്ളവും ഞാനിപ്പോൾ ഒഴിച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് ഓൾമോസ്റ്റ് 5 ഗ്ലാസ് വെള്ളമുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് പരിപ്പും ഉണ്ട്. 5 ഗ്ലാസ്, 5-നേക്കാട്ടിലും കുറച്ച് കൂടുതലുണ്ടാവും, 5.5 ഗ്ലാസ് വെള്ളമുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പ് മതിയോ എന്നൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പോരാ, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിടുകയാണ്. പോരാ എന്ന് തോന്നുകയാണ്, കുറച്ചും കൂടെ ഇട്ടേ. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ കറക്റ്റ് ഉപ്പാണോ എന്ന് അറിയാം. ടേസ്റ്റ് ചെയ്തിട്ട് ഒരു സോൾട്ടി ടേസ്റ്റ് ഉണ്ടാവും വെള്ളത്തിന്, അപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്
ഒരു 3 വിസിൽ വരെ നമുക്ക് പ്രഷർ കുക്ക് ചെയ്യണം. 3 വിസിൽ മതിയാവും. നിങ്ങൾക്ക് നല്ലോണം കുഴഞ്ഞ് മഷിയായിട്ടുള്ളത് വേണം വെച്ചാൽ 5 വിസിൽ വരെ വയ്ക്കാം. ഈ പ്രഷർ ഇറങ്ങിയതിന് ശേഷം ഞാൻ തുറന്ന് കാണിച്ചു തരാം. നല്ല ചൂടുള്ള പരിപ്പ് സാദം റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമുക്കെപ്പോഴും ഒരു ഫോർക്ക് എടുക്കുക. ഇങ്ങനത്തെ എന്ത് റൈസ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ഫോർക്ക് വെച്ചിട്ട് സൈഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ എക്സ്ട്രാ കിടക്കണ ആ ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള വെള്ളമൊക്കെ പോവും. അപ്പോൾ നമുക്ക് നമ്മുടെ അരി കുറച്ച് ഒട്ടാതെ കിട്ടുകയും ചെയ്യും. അതേപോലെ അരി പൊട്ടില്ല. ഈ ഫോർക്ക് ഉപയോഗിക്കണോണ്ടുള്ള അടുത്ത ഗുണം അതാ, നമ്മുടെ ഇത് പൊട്ടില്ല. ഇപ്പോൾ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടി ഫുള്ളിങ്ങനെ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്ത് പ്രഷർ കുക്ക് ചെയ്തിട്ടുള്ള എന്ത് പുലാവോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ശരി, നിങ്ങളത് അങ്ങനെ ചെയ്യണതാണ് നല്ലത്. ഇനി ഞാൻ അടുത്തത് ഇതിലേക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ നെയ്യ് ആഡ് ചെയ്യുമ്പോൾ. വേണമെങ്കിൽ ഇനിയും നെയ്യ് ആഡ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ കൊറോണയുടെ സീസണൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യത്തിന് സാധനം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഉടച്ചു ഇങ്ങനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ അരി. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫ്രൈംസ് അതേപോലെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പരിപ്പ് സാദം നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.